Hi guys, welcome to the episode 2 of how to build a strong chemistry career in India. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ജോബിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ആരെങ്കിലും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ പോയി കാണാം. ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് the importance of a deep specialization. I fear not the man who has practiced 10,000 kicks once, but I fear a man who has practiced one kick 10,000 times. ഈ കോട്ടിൽ പറയുന്നത് പോലെ ഒരു കിക്ക് 10,000 തവണ പ്രാക്ടീസ് ചെയ്ത ഒരാളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒരാൾ നല്ല രീതിയിൽ ഒരു കറി ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, അമ്മൂമ്മ നല്ല രീതിയിൽ സാമ്പാർ ഉണ്ടാക്കും, അമ്മ നല്ല രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കും, അനിയത്തി നല്ല രീതിയിൽ പുലാവ് ഉണ്ടാക്കും, ഗുലാബ് ജാം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്പെഷ്യലൈസേഷനുള്ള ആൾക്കാരാണ്. അതായത് അമ്മൂമ്മ നല്ല രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മൂമ്മയുടെ അടുത്ത് പറയാം, അമ്മൂമ്മ സാമ്പാർ ഉണ്ടാക്കും, ഗസ്റ്റ് വരുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറയും ചിക്കൻ കറി ഉണ്ടാക്കാൻ പറയും, അനിയത്തിയുടെ അടുത്ത് പറയും ഗുലാബ് ജാം ഉണ്ടാക്കാൻ പറയും. ഇത് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും അല്ലേ? ചില ആൾക്കാർ സ്പെഷ്യലിസ്റ്റുകളാണ്. അവരുടെ അടുത്ത് നമ്മൾ അവർ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിനെ കുറിച്ച് എന്ത് ഡൗട്ട് ചോദിച്ചാലും അവർക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ സർഫക്റ്റന്റ് കെമിസ്ട്രിയിൽ എനിക്ക് കുറച്ച് അറിവുകൾ വേണം, അല്ലെങ്കിൽ എനിക്ക് ചില ഡൗട്ട് ഉണ്ട് ഫോർമുലേഷൻ്റെ ബേസിസിനകത്ത്. ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് സർഫക്റ്റന്റ് കെമിസ്ട്രിയിൽ ഡീപ്പ് നോളജ് ഉള്ള ഒരാളെ ആയിരിക്കും, അല്ലാതെ എല്ലാത്തിനെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളെ ആയിരിക്കത്തില്ല അല്ലേ? സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എ സ്പെഷ്യലൈസേഷൻ. യു ആർ മോർ വാല്യുബിൾ. കാരണം നാളെ ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി വന്നു കഴിയുമ്പോൾ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത ഫീൽഡിൽ ആ കമ്പനിക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഹയർ ചെയ്ത ആ കമ്പനിക്ക് നിങ്ങളൊരു ആസെറ്റ് ആയിട്ട് മാറും. യു ബിക്കം മോർ ഓഫ് എ കൈൻഡ് ഓഫ് പ്രൊഡക്റ്റീവ് ആൻഡ് യു ഡോണ്ട് ഈവൻ നീഡ് ട്രെയിനിങ് ഇൻ ദാറ്റ് ഫീൽഡ്. അതാണ് സ്പെഷ്യലൈസേഷൻ്റെ വാല്യൂ. സോ എങ്ങനെ ഈ സ്പെഷ്യലൈസേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചൂസ് യുവർ സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് ഓൺ യുവർ ഫസ്റ്റ് ജോബാണ്. ഞാനൊക്കെ ചെയ്ത പോലെ ഞാൻ കയറിയത് ടെക്സ്റ്റൈൽ ആൻഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽസിലാണെങ്കിൽ എനിക്ക് ആ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു 3 years ഓഫ് എക്സ്പീരിയൻസ് ആവും. നാളെ എനിക്ക് ഈ ഒരു കമ്പനി മാറണമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ കമ്പനി മാറുന്നുണ്ടെങ്കിൽ ഇതേ ഇൻഡസ്ട്രിയിലുള്ള വേറൊരു MNCയിൽ കയറണമെങ്കിൽ അവർ എന്നെ ആയിരിക്കും ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താ? മൈ പ്രൊഫൈൽ shows that I am more specialized into this field. If your first job is FMCG surfactant, നിങ്ങൾ എന്ത് ചെയ്യും? ആ സർഫക്റ്റന്റ് കെമിസ്ട്രി നിങ്ങൾ അറിയും. എത്ര തരത്തിലുള്ള സർഫക്റ്റന്റ് ഉണ്ട്, ആ ഓരോ കാറ്റഗറിയിലുള്ള സർഫക്റ്റന്റ് നമ്മൾ ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റിനാണ് നമ്മൾ സ്പെസിഫിക്കലി സജസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ. യു ഓൺ ദാറ്റ് സർഫക്റ്റന്റ് കെമിസ്ട്രി യുവർ സെൽഫ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. യു ഡെഫിനറ്റ്ലി ഡോണ്ട് നീഡ് എ ട്രെയിനിങ് ആസ് വെൽ. നിങ്ങൾ സർഫക്റ്റന്റ് കെമിസ്ട്രിയിലാണെങ്കിൽ മാക്സിമം അതിൽ നിൽക്കുക, പഠിച്ച് ഡീപ് ഡൗൺ നോളജ് ആയിട്ട് എടുക്കാനായിട്ട് നോക്കുക. സെക്കൻഡ് തിങ് ഈസ് സ്റ്റേയിങ് ഇൻ ദ ഫീൽഡ് ഫോർ 3 to 4 years. ഗുഡ് സ്പെഷ്യലൈസേഷൻ്റെ ഇയേഴ്സ് ഓഫ് പീരീഡ് ആണ് 3 to 4 years എന്ന് പറയുന്നത്. ആൻഡ് 3 to 4 yearsന് ശേഷം നിങ്ങൾക്ക് ഇൻഡസ്ട്രി മാറണം, വേറെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു ദാറ്റ്. ബട്ട് ആ ഒരു ഫസ്റ്റ് 2 yearsനകത്ത് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങൾ കുറേ പഠിക്കാനായിട്ട് പറ്റും. ലേണിംഗ് പീരീഡ് ആണ്. 3 to 4 years കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേനും ഞാൻ എന്താ എൻ്റെ ഈ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആവും. സോ എൻ്റെ വാല്യൂ അവിടെ കൂടാണ് ചെയ്യുന്നത്, കുറേയല്ല. സോ നാളെ ഫാർമയിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ അതിൽ സ്പെഷ്യലൈസ്ഡ് അല്ല. പക്ഷേ നാളെ ഒരു FMCG, ടെക്സ്റ്റൈൽ പ്രീ ട്രീറ്റ്മെന്റ് കെമിക്കൽ, റെഗുലേറ്ററി കംപ്ലയിൻസ്, ഇതിൻ്റെ ബേസിസിനകത്ത് ഏത് ഒരു കമ്പനിയിൽ വേക്കൻസി വന്നാലും എനിക്ക് വാല്യൂബിൾ ആണ്. എൻ്റെ പ്രൊഫൈൽ അവിടെ വാലിഡേറ്റഡ് ആണ്. So here I am becoming a chemist or I am becoming an expert chemist എന്ന് എനിക്ക് പറയാം. നെക്സ്റ്റ് പോയിന്റ് ഈസ് വർക്ക് ഓൺ ആസ് മെനി ആസ് പ്രൊജക്ട്സ് ആസ് പോസിബിൾ. നിങ്ങൾക്ക് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാനൊരു 3 പ്രൊജക്റ്റുകൾ തന്നെ ഒരു 1 year ലൈഫ് സ്പാനിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത കുറേ പ്രൊജക്റ്റുകളുണ്ട്. നമ്മളൊരു കമ്പനിയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യാനായിട്ട് നോക്കാം. കാരണം ഓരോ പ്രൊജക്റ്റ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓരോരോ കാര്യങ്ങളായിരിക്കും. ഞാനിപ്പോൾ നിന്ന് ഈ ഒരു ഫീൽഡിനകത്ത് ഞാൻ ഏകദേശം ഒരു 30+ ഫോർമുലേഷൻസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഓരോ ഫോർമുലേഷൻ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റ് ഞാൻ എടുക്കുമ്പോഴും ചെയ്യുമ്പോഴും ഞാൻ പല കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനകത്ത് ഞാൻ പഠിക്കുന്നത് സ്റ്റെബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ മറ്റേതിനകത്ത് ഞാൻ പഠിക്കുന്നത് റിട്ടൻഷൻ ടൈം ആയിരിക്കും. അതിൻ്റെ ആപ്ലിക്കേഷൻ ബേസിസിലായിരിക്കും ഞാൻ പഠിക്കുന്നത്. ഒരെണ്ണത്തിനകത്ത് ഞാൻ pH സ്റ്റെബിലിറ്റി പഠിക്കുകയാണെങ്കിൽ മറ്റേതിനകത്ത് ഞാൻ വിസ്കോസിറ്റി സ്റ്റെബിലൈസേഷൻ പഠിക്കും. ഒരെണ്ണത്തിനകത്ത് കളർ റിട്ടൻഷൻ ആൻഡ് ഓയിൽ റിട്ടൻഷൻ ആൻഡ് സ്റ്റെയിൻ റിമൂവൽ പഠിക്കുകയാണെങ്കിൽ മറ്റേതിനകത്ത് ഞാൻ ഫോം എങ്ങനെ കൂട്ടാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഫോം ബൂസ്റ്റിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അതായിരിക്കും പഠിക്കുന്നത്. സോ
വാസ്റ്റ് വെറൈറ്റി ഓഫ് പ്രൊജക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരേ ഇൻഡസ്ട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഓൾറെഡി ഒരു ഇൻഡസ്ട്രിയിൽ ടാപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മാക്സിമം പ്രൊജക്റ്റുകൾ നിങ്ങൾ ഏറ്റെടുക്കുക, ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റുന്നത്. ആൻഡ് ദ ലേണിംഗ്, the more you do in your life itself, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ആൻഡ് the more you learn, the more you earn. അറിയാത്ത പല കാര്യങ്ങളും പഠിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. The most important step is ക്രിയേറ്റിംഗ് യുവർ ഓൺ മെന്റൽ ലൈബ്രറി. പല പ്രൊജക്റ്റുകൾ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 30+ ഫോർമുലേഷൻസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഫോർമുലേഷൻസിനകത്ത് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെറൈറ്റി കാര്യങ്ങളായിരിക്കും. ഒന്ന് റോ മെറ്റീരിയലിന്റെ സ്റ്റെബിലിറ്റി ആയിരിക്കും, ഒന്ന് പ്രൊഡക്റ്റിന്റെ ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കും, വിസ്കോസിറ്റി ഡ്രോപ്പ് ആയിരിക്കാം, pH ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കാം, കളർ റിട്ടൻഷൻ ആയിരിക്കാം, ഓയിൽ റിമൂവ് ചെയ്യാത്തതായിരിക്കാം, സ്പോട്ടിംഗ് ടെസ്റ്റ് ആയിരിക്കാം, ഫോം സ്റ്റെബിലിറ്റി ആയിരിക്കാം, ഫോം ബൂസ്റ്റിംഗ് ആയിരിക്കാം, ഫോം റിട്ടൻഷൻ ആയിരിക്കാം, ഡീസ്റ്റെബിലൈസേഷൻ പ്രോപ്പർട്ടീസ് ആയിരിക്കാം. അങ്ങനെ പല പ്രോപ്പർട്ടീസ് വരാം. സോ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ പഠിക്കുന്നത്? പ്രൊഡക്റ്റിന്റെ വിസ്കോസിറ്റി നേരത്തെ ഞാൻ ചെയ്തൊരു കാര്യത്തിന് ഡ്രോപ്പ് ആയി. അപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ട് ഞാനായിട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇന്ന റോ മെറ്റീരിയൽ ഇത്ര % ആഡ് ചെയ്തപ്പോഴാണ് അവിടെ വിസ്കോസിറ്റി ഡ്രോപ്പ് ഉണ്ടായതെന്ന്. അപ്പോൾ നാളെ എനിക്ക് ഇതേ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ കറക്റ്റ് സൊല്യൂഷൻ വിത്തിൻ മിനിറ്റ്സ് പറയാനായിട്ട് പറ്റും. അടുത്ത തവണ ഇതേ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇതായിരിക്കാം ഇതിന്റെ കാരണം എന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അതാണ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഇടുന്ന ഔട്ട്കം. ആൻഡ് ആ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് പിന്നെ നമുക്ക് ഔട്ട്കംസ് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ഈ ഒരു റോ മെറ്റീരിയൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലം. ഇതിന്റെ കുറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി കൂടും, ഇതിന്റെ ഇത്രയും കുറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി കുറയും. അപ്പൊ ആ ഒരു ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതേപോലെ തന്നെ എൻസൈമിന്റെ പെർസെന്റേജ് കോൺസെൻട്രേഷൻ ആഡ് ചെയ്യുന്നതനുസരിച്ച് അബ്രേഷന്റെ ഡിഫറൻസിയേഷൻ വരുന്നു. അപ്പോൾ ഈ എൻസൈം ആണെങ്കിൽ ഇങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ pH ഇങ്ങനെ ആവുമ്പോൾ അത് ഈ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യും, ഡീസ്റ്റെബിലിറ്റി വരും, സെപ്പറേഷൻ വരും. അതെല്ലാം നമ്മുടെ മൈൻഡിൽ നമ്മൾ ഫീഡ് ചെയ്യാണ്. ആൻഡ് ഈവൻ ഇഫ് യു കനോട്ട് ക്രിയേറ്റ് എ മെന്റൽ ലൈബ്രറി, ക്രിയേറ്റ് ദാറ്റ് ലൈബ്രറി ഇൻ യുവർ മൊബൈൽ ഫോൺ, ബിക്കോസ് വി നീഡ് എക്സ്പേർട്ട് ഇൻ ദ ഇൻഡസ്ട്രി. സോ നിങ്ങൾ എത്രമാത്രം വാല്യൂ ആഡഡ് ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾ എത്രമാത്രം പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ കൂടുതൽ പഠിപ്പിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് കൂടും, അതിനനുസരിച്ച് മാർക്കറ്റിൽ നിങ്ങളുടെ വാല്യൂ കൂടും. എക്സ്പീരിയൻസ് നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യമാണ്, അതല്ലാതെ മറ്റൊരാൾ വന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ തന്നെ എക്സ്പീരിയൻസിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. ആൻഡ് ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് മെന്റലി അത് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക, ഒരു ബുക്ക് ഉണ്ടാക്കുക, ഒരു ബുക്ക് എടുക്കുക, അതിനകത്ത് ഓരോ റോ മെറ്റീരിയലിനെ കുറിച്ചും പഠിക്കുക, അതിന്റെ കെമിക്കൽ സ്ട്രക്ചേഴ്സ് കാര്യങ്ങൾ, അതിന്റെ സ്പെസിഫിക്കേഷൻസ്, അതിന്റെ കളർ ആൻഡ് സ്ട്രക്ചേഴ്സ്, അതിന്റെ നേച്ചർ, അങ്ങനെ പല കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെയാണ് നമ്മളൊരു ലൈബ്രറി ഉണ്ടാക്കുന്നത്. ആ ലൈബ്രറിയിൽ നിന്നാണ് നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഔട്ട്കംസ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ തന്നെ പറ്റുന്നത്. കീപ് എ നോട്ട്ബുക്ക്, ഇറ്റ്സ് ദാറ്റ് ഈസി. നോട്ട്ബുക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് വോയിസ് നോട്ട് അയക്കാൻ പറ്റും, അല്ലെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വോയിസ് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ വോയിസ് നോട്ട് ഫീഡ് ചെയ്ത് വെക്കുക. ആൻഡ് ക്രിയേറ്റ് ദാറ്റ് തിങ് ബ്രോ, ദാറ്റ് ക്യാൻ ഗിവ് യു മോർ ദാൻ വാല്യൂ. അതായത് പറയാൻ പറ്റാത്ത അത്രയും വാല്യൂ നമുക്ക് കാണാൻ പറ്റും. കാരണം നാളെ ഇതേ ഒരു സെനേറിയോ നിങ്ങൾ വേറെ മേ ബി ഒരു 2-3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അത് ആവശ്യം വരുന്നത്. നമ്മൾ കമ്പനി മാറി കഴിയുമ്പോൾ 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ആവശ്യം വരുന്നത്. ബട്ട് that thing is so valuable. The mistake that I can see mostly is I want to be in everything. Trying to learn everything. എല്ലാം പഠിക്കാൻ നോക്കുക. എനിക്ക് FMCG-ലും ടെക്സ്റ്റൈലിലും കോസ്മെറ്റിക്സിനകത്തും ഫാർമയിലും എല്ലാം പഠിക്കണം, എല്ലാ ഇൻഡസ്ട്രിയിലും ടാപ്പ് ഇൻ ചെയ്യണം എന്ന് പറയുന്ന ഈ ഒരു മനോഭാവം അത് നിങ്ങൾ ഒരിക്കലും വാല്യുബിൾ ആയിരിക്കില്ല. നിങ്ങൾ ഇങ്ങനെ ഇൻഡസ്ട്രി മാറി കളിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അതിന് മാത്രം സമയം കാണുള്ളൂ. Pick one industry and become excellent expert in the same industry and expand your knowledge.